അപ്പോൾ ഗൈസ് ഇതെന്താണെന്നറിയോ, എൻ്റെ ഫസ്റ്റ് ട്രൈപോഡിൻ്റെ ഒരു ലെഗാണിത്. പണ്ട് ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് തന്നെ സെക്കൻഡ് വാങ്ങിയ 800 രൂപ സുൽത്താൻ എന്ന് പറഞ്ഞൊരു ടെക് യൂട്യൂബറുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു ട്രൈപോഡിൻ്റെ ഒരു കാലാണിത്. അപ്പോൾ എന്തായാലും ഈ ട്രൈപോഡിന് യൂസ് വരില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ക്യാമറയൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലേ, അപ്പോൾ ക്യാമറയൊക്കെ വെച്ച് പുറത്ത് വെച്ച് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഹാൻഡ് ഹെൽഡായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ഗൊറില്ല പോഡ് വേണം. അത് പലർക്കും അറിയായിരിക്കും, ക്യാമറയ്ക്ക് വേണ്ടി ഗൊറില്ല പോഡ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ലെഗ് വെച്ചിട്ട് ഒരു മോണോപോഡ് ഉണ്ടാക്കുകയാണ്. നമുക്ക് ക്യാമറ ഇങ്ങനെ വെച്ചൊക്കെ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോണോപോഡ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ എത്രത്തോളം ശരിയാവുമെന്നൊന്നും അറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതായത് ഇതാണ് ട്രൈപോഡിൻ്റെ ലെഗ് വരുന്നത്. അത്യാവശ്യം നല്ല നീളമുള്ള ലെഗ് തന്നെയാണ്. തറയിൽ അത്യാവശ്യം നല്ല ഷെയ്ക്കില്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഏത് സർഫസിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ലെഗാണ്. അപ്പോൾ ഇത് അതിൻ്റെ ട്രൈപോഡ് ഹെഡാണ്. അപ്പോൾ ഇത് നേരെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അതിലേക്കാണ് ഞാൻ ക്യാമറ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ആദ്യം ഇത് ഫിറ്റ് ചെയ്യാനേ ഈ റബ്ബർ ഒന്ന് റിമൂവ് ചെയ്യുക. ഇതിൻ്റെ അടിയിൽ നമ്മൾ സ്ക്രൂ ഇടാണ്ട്, അപ്പോൾ ഇത് സ്യൂട്ടബിൾ ആണോ എന്നൊന്നറിയാൻ വേണ്ടിയിട്ടേ ഇതൊന്ന് ഫുള്ള് ഏകദേശം ഇത്രത്തോളം കിട്ടി മതി. ഇത് വെച്ച് ചെയ്യാം. സ്പ്രിങ്ങൊക്കെ കാണുന്നുണ്ട്, എടുത്ത് മാറ്റി. ഇനി ഇതിൽ നമുക്ക് സ്ക്രൂ ഇടാം. മേലേക്ക് പൊന്തി നിൽക്കില്ല, സ്ക്രൂ തട്ടില്ല. ഇനി ഇതിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യണ രീതിയിൽ അപ്പോൾ നമുക്കിവിടെ ഒരു കട്ടിടണം. അപ്പോൾ ഇനി ആ കട്ട് ഇട്ടിട്ട് ബാക്കി നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു കട്ട് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നേരെ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് നേരെ ഒന്ന് സ്ക്രൂ ചെയ്യുക. അപ്പോൾ ഈ ഹോളാണ് ആദ്യം ഉദ്ദേശിച്ചത്. ഇപ്പോൾ അത് മാറ്റി കുറച്ച് ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു സ്ക്രൂ തിരിക്കുമ്പോൾ നമുക്ക് തിരിക്കാൻ പാകത്തിനൊരു ഗ്യാപ്പ് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അത് സ്ക്രൂ ഇട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതോ ഈ ഒരു സ്ക്രൂ ഇട്ടിട്ടാണ് അത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ ലെഗ് ഊരിക്കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനൊരു പ്ലാസ്റ്റിക് പ്ലേറ്റാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടി ഒന്ന് ഇങ്ങനെ വരും. അപ്പോൾ നമുക്കിത് MC-യിലൊക്കെ ഒന്ന് ഒട്ടിക്കണം. MC-യിലൊക്കെ ഇട്ട് നല്ല ടൈറ്റാക്കി ഒട്ടിക്കണം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടൊന്ന് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് MC-യിൽ ചുറ്റിട്ട് കൊടുത്താൽ സംഭവം ക്ലീൻ ആയിരിക്കും. അപ്പോൾ ഈ സ്ക്രൂ ആണ് ആദ്യം ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിന് നീളം കുറവായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി നീളം കൂടിയിട്ടുള്ള ഒരു സ്ക്രൂ ഉപയോഗിക്കുകയാണ്. ഇത് നോക്കണ്ട, ഇത് കുറച്ച് കട്ട് ചെയ്ത് കളയും. ഇത്ര ഒന്നും യൂസ് ചെയ്യത്തില്ല. ആവശ്യത്തിനനുസരിച്ച് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇനി ഇതിങ്ങനെ വെച്ചിട്ട് അതിനാണ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഇതിലങ്ങോട്ട് ഫിറ്റ് ചെയ്യാം. ഇതിലിങ്ങനല്ല, ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നോക്കട്ടെ. ഇതിലൂടെ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ സ്ക്രൂ ചെയ്യണം. അതെ, സംഗതി ഫിറ്റായി. പക്ഷേ ഇത്രയും നമുക്ക് ആവശ്യമില്ല, ഇത്രയും പാർട്ട് നമുക്ക് ആവശ്യമില്ലാത്ത. പിന്നെ കട്ട് ചെയ്ത് കളയാം. ചെറിയ സ്ക്രൂ ഉപയോഗിച്ചാൽ മതിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കിട്ടാനില്ല. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇനി ബാക്കി ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും നല്ല കട്ടിയുള്ള സംഭവം കൊണ്ട് ഒട്ടിക്കുക. അങ്ങനെ ഒരുവിധം അത് കട്ട് ചെയ്തെടുത്ത് ഇനി ഇവിടെ ചെറിയൊരു വാഷറൊക്കെ ഇട്ട് ഒന്ന് ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. വേണമെങ്കിൽ ഇവിടെ ഒരു വാഷർ ഇട്ടേക്കാം. അതൊക്കെ ഞാൻ ഫൈനലായിട്ട് ചെയ്യാം. ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പിന്നീട് കേട്ടോ. ഇനി ഇത് കണ്ടോ, അതിൻ്റെ ലെഗിൻ്റെ ഒരു പിടിച്ചു നിർത്തുന്ന സംഭവമാണ്. അപ്പോൾ ഇതെന്താ, ഇവിടെ ക്ലിപ്പുണ്ട്, അത് വെച്ച് ഇങ്ങനെ വലിച്ചൂരെടുക്കാം. ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഊരെടുക്കട്ടെ. അപ്പോൾ അത് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനൊരു സപ്പോർട്ട് ഇങ്ങനൊരു സപ്പോർട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അപ്പോൾ ഇത് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ജസ്റ്റ് ഈ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ എത്രത്തോളം, അത് വലിയ ഹൈറ്റൊന്നും വേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുന്നവർ ഇതിൻ്റെ ബലം കുറച്ച് കുറഞ്ഞ് വളയാനുള്ള സാധ്യതയുണ്ട്. വലിയ ഹൈറ്റൊന്നും വെക്കുന്നില്ല. ഈ സ്ക്രൂ ഇതിൽ മുട്ടാത്ത രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഇവിടെ ലോക്ക് ചെയ്തു. നീളം കൂടേണ്ടത് അടിയിലുണ്ടല്ലോ ഒന്ന്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെയും ചെറിയൊരു കട്ടിട്ട് അതിനുള്ളിലേക്ക് കയറ്റിയിട്ട് ജസ്റ്റ് MC-യിൽ ഇട്ട് ഒട്ടിക്കാനുള്ള പ്ലാനാണ്. ജസ്റ്റ് സ്ക്രൂ കൂടി ഇട്ട് MC-യിൽ ഇട്ട് ഒട്ടിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും തേച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയിട്ട് ഒന്ന് പെയിൻ്റ് അടിക്കാം. എന്നിട്ട് നമുക്കിതിലെ സ്ക്രൂവും മുകളിലത്തെ ആ ഒരു ഗ്രിപ്പ് പാഡും അവിടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഉണങ്ങി പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി ഇതിനുള്ളിലൂടെ നമുക്ക് കൈയിട്ടിട്ട് ആ സ്ക്രൂ തിരിക്കാൻ പറ്റും. അതിൻ്റെ ആ ഒരു പാഡൊക്കെ അവിടെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നീളം കൂട്ടണമെങ്കിൽ സിമ്പിളായിട്ട് നീളം കൂട്ടാം. അപ്പോൾ നമ്മുടെ മോണോപോഡ് റെഡിയായി. ഇനി ഇതിൽ ക്യാമറ വെക്കാം.
അപ്പോൾ ഇനി ഇതിൽ ക്യാമറ വെക്കാൻ നേരെ ഇതിലാണ്ട് വെച്ച് കൊടുത്തിട്ട് നേരെ ഈ അടിയത്തെ സ്ക്രൂ തിരിച്ചാൽ മതി. അപ്പോൾ അതേ ക്യാമറ കറക്റ്റ് ഫിറ്റായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഓക്കെ, സംഭവം സെറ്റാണ്. ആംഗിളും കറക്റ്റായിട്ടേ വെച്ചിട്ടുള്ളത്. ഇനി സാധനത്തിൻ്റെ ലെൻസ് ക്യാപ്പ് അഴിക്കുക, പിന്നെ ക്യാമറ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് ഇനിയിപ്പോൾ സ്ക്രീൻ വ്യൂവിങ്ങിൽ സെറ്റാണ്. ഇനി ഇതൊന്ന് മോഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. ഇനിയിപ്പോൾ വിഷ്വൽ ഇതിൽ കാണാം. മൊബൈലിലാണ്. ഇനി നേരെ ക്യാമറയിലെ വിഷ്വലാണ്. ഇതാ അകത്തി പിടിച്ചേക്കാണ്. ഇത് ആ ക്യാമറയിൽ നോക്കിയാൽ കാണാം, അകന്നാണ് നിൽക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നീളം കൂട്ടാൻ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് അഴിക്കുക, ഈ ഹൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക. കുറച്ചുകൂടി ഹൈറ്റിൽ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് ആ പറമ്പ് നിർത്തം ചാടിക്കയറി വരുന്നുണ്ട്. അപ്പോൾ ഇനി നല്ല അടിപൊളി വീഡിയോസ് ഈ സ്റ്റിക്കൊക്കെ വെച്ച് ഒന്ന് എടുക്കാൻ ശ്രമിച്ച് നോക്കാം. ഇനി കുറച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ 500 രൂപ 1500 രൂപയുടെ ഗുർലാപ്പോട് ഒന്ന് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.